തൃശൂരിൽ പിക്കപ്പ് വാനിൽ കൂറ്റൻ ഫൈബർ വള്ളം അപകടകരമായ രീതിയിൽ കൊണ്ടുപോയതിന് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കുകയാണ്. തിരുനെൽവേലിയിൽ നിന്നും ബേപ്പൂരിലേക്ക് വള്ളം കൊണ്ടുപോകുകയായിരുന്ന പിക്കപ്പ് വാൻ പിടികൂടി. വാഹനത്തിന് 27,500 രൂപ പിഴയും മോട്ടോർ വാഹന വകുപ്പ് ചുമത്തി. MS ലിഷോയുണ്ട്. ലിഷോയി, ഇത്രയും വലിപ്പമുള്ളൊരു ഫൈബർ ബോട്ട് ഇത്രയും ദൂരം, മറ്റു വിവരങ്ങൾ? രതീഷ്, എത്രത്തോളം അപകടകരമായാണ് ഈ വാഹനത്തിൽ ഈ ഫൈബർ വള്ളം കൊണ്ടുപോകുന്നത് എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, തിരുനെൽവേലിയിൽ നിന്നാണ് ഈ പിക്കപ്പ് വാനിൽ ഇത്രയും വലിയ വള്ളം കൊണ്ടുപോയത്. ഫൈബർ വള്ളമാണ് എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഘടനയൊക്കെ തന്നെ അത് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കാവുന്ന രീതിക്കായിരുന്നു എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തിരുനെൽവേലിയിൽ നിന്നും ബേപ്പൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തിരുനെൽവേലി സ്വദേശിയായ മാതൻ്റെ പേരിലുള്ള ഈ വള്ളം ബേപ്പൂർ സ്വദേശിയാണ് വാങ്ങിയത്. ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ഇൻസ്പെക്ടർ ബിജു സംഘവുമാണ് ഇത് പിടികൂടിയത്. ഈ വാഹനം പെട്രോളിങ്ങിനിടെയാണ് ഇത് കണ്ടെത്തുകയും ചെയ്തത്. PV ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. 27,500 രൂപയാണ് പിഴ ഏർപ്പെടുത്തിയത്. അതിനോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ നിന്ന് ഈ വള്ളം ഇറക്കി മറ്റൊരു വലിയ ലോറിയിലോ മറ്റോ കൊണ്ടുപോകാനായി നേരത്തെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിനടുത്ത് വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വള്ളം കൊണ്ടുപോകുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് ഇത് പിടികൂടുന്നതും. ശരി, MS ലിഷോയാണ് വരുന്നത്. അപകടകരമായി കൊണ്ടുപോയ ഫൈബർ വള്ളം കയറ്റി പിക്കപ്പ് വാനിന് എതിരെയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ നടപടി. 27,500 രൂപ പിഴ കൊടുക്കണം എന്ന നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്.